കോഴിക്കോട് മഴക്കെടുതിയിൽ വെള്ളക്കെട്ടുണ്ടായ മേഖലകളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ക്യാമ്പുകളിലേക്ക് ബന്ധുവീടുകളിലേക്കും ഒക്കെ മാറിയ ജനങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. വെള്ളം കയറിയ വീടുകൾ ശുചീകരിക്കുന്ന പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി രമ്യാദാസ് ആണ് ചേരുന്നത്. രമ്യ, മുട്ടറ്റം വെള്ളത്തിലാണ്. ഇപ്പോൾ നിലവിൽ മഴയൊന്നും ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. രമ്യ, എന്താണ് ഈ വെള്ളക്കെട്ടൊക്കെ ഒഴിയാനുള്ള അല്ലെങ്കിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും ഒരേപോലെ സമന്വയിപ്പിക്കാൻ അധികൃതർക്ക് കഴിയുന്നുണ്ടോ രമ്യ? അശ്വതി, രാഖി, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കണ്ണാടിക്കൽ മേഖലകളിലാണ്. അതാണ് ടൗണിനോടൊക്കെ ചേർന്നിട്ടുള്ള മേഖലയാണ്. ഇവിടെയാണ് വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പെയ്ത മഴയിൽ വലിയ തോതിൽ വെള്ളം ഉയർന്നിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വീടിൻ്റെ ഏകദേശം ഭിത്തിയോളം തന്നെ ഉയരത്തിലാണ് വെള്ളമൊക്കെ ഉയർന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, വീടിൻ്റെ മുറ്റത്തും ഉൾപ്പെടെ വെള്ളം ഇറങ്ങി തുടർന്ന സാഹചര്യമാണ്. കാരണം ഇതിലും അധികം വെള്ളം ഈ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മുട്ടറ്റ മേഖല വെള്ളത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്നും ഒളിച്ചു വന്ന വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ പുറത്ത് കിടക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ ക്യാമറാമാൻ ശശികുമാർ ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ ഈ പുറത്തേക്കൊക്കെ ഒഴുകി വന്നത്. കഴിയാവുന്ന സാധനങ്ങളെല്ലാം തന്നെ ഈ വെള്ളം വരുന്ന സമയത്തൊക്കെ ഇവർ മാറ്റിയിരുന്നു. നമ്മളിതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഈ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഇപ്പോഴും വെള്ളം മാറിയിട്ടില്ല. കാരണം ഇപ്പോഴും നിലത്തുൾപ്പെടെ വെള്ളം നിൽക്കുന്നുണ്ട്. പക്ഷേ വെള്ളം കുറയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഈ സമയത്താണ് ഈ ബന്ധുവീടുകളിലേക്ക്, ക്യാമ്പുകളിലേക്കൊക്കെ മാറിയ ആളുകളെല്ലാം വന്നിട്ട് ഈ വീടുകൾ വൃത്തിയാക്കുന്നത്. അതായത് വീട്ടുടമസ്ഥർ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ എത്തി വീടുകളെല്ലാം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് എല്ലാം കടന്നിരിക്കുന്നത്. മറ്റധികാരികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. കാരണം ഇവർക്ക് കയറി താമസിക്കണം, വീട് വെള്ളം ഒഴിയുന്നതിനനുസരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ അതിനായി തന്നെ ഈ ഒരു ക്ലീനിങ് പരിപാടികൾ, കാരണം വലിയ തോതിൽ ഈ ചെളിയെല്ലാം അടിഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ. അപ്പോൾ അതൊക്കെ അവർ ക്ലീൻ ചെയ്ത് മാറ്റുകയാണ്. ഈ സമയത്ത് ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവരെത്തിയിട്ട് ഈ ചെളിയെല്ലാം മാറ്റുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വീട്ടിലെ ആളുകൾ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കാരണം ഈ കുറേ വർഷങ്ങളായി തന്നെ ഇവർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമീപം പുഴയുണ്ട്. അപ്പോൾ ഈ പുഴയിൽ വെള്ളം നിറയും. സ്വാഭാവികമായിട്ടും കരകവിയുന്നതോടെ വീടുകളിലേക്ക് ഉൾപ്പെടെ കയറി. പ്രദേശത്ത് നിരവധി വീടുകളാണ് ഇത്തരത്തിൽ ഈ വെള്ളത്തിൽ കയറി വെള്ളക്കെട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത്. ചേട്ടാ, എങ്ങനെയാ ഈ നിരന്തരം ഈ പ്രദേശത്തെല്ലാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എല്ലാ മഴക്കാലത്തും? ഇത് എനിക്ക് 2018 ഇങ്ങനെ വന്നു. ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ എന്തായാലും താന്ന പ്രദേശമാണ്. ഇവൻ്റെ എന്തായാലും കയറും. ഞങ്ങളത് ഇത്തിരി പൊന്തിയതാണ്. അപ്പോൾ ഈ വെള്ളക്കെട്ടൊക്കെ വന്ന് ഇപ്പോൾ വെള്ളം പൊഴിയുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ നടത്തുകയാണ്. ഇതിലിപ്പോൾ പഞ്ചായത്തോ മറ്റധികാരികളോ അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സഹായിക്കാനോ ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നും ഉണ്ടാവാറില്ല. നിങ്ങൾ തന്നെ വരും, നിങ്ങൾ ക്ലീൻ ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതന്നെയാണ് രാഖി, അശ്വതി. കാരണം ഇവർ തന്നെയാണ് വീട് വന്നിട്ട്, കാരണം വീട്ടിൽ എല്ലാ വർഷവും ഇതുപോലെ ഉണ്ടാവുന്നു. പക്ഷേ ഇതിനെതിരെ യാതൊരു നടപടിയോ ബാക്കിയുള്ള കാര്യങ്ങളോ തന്നെ ഒന്നും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവാറില്ല. ഇവർ തന്നെ വരും, ഇവർ തന്നെ ക്ലീൻ ചെയ്യും, വീണ്ടും താമസിക്കും. അടുത്ത വർഷക്കാലം വീണ്ടും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഇവർക്ക്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നിരവധി വീടുകളാണ് ഈ മേഖല ഉൾപ്പെടെയുള്ളത്. നിലവിലിപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഓരോ വീട്ടുകാരും എത്തിത്തുടങ്ങുകയാണ്. കാരണം ക്ലീനിങ്ങിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇവരെല്ലാവരും എത്തിത്തുടങ്ങുന്നത്. എന്നിട്ട് ഇവരുടെ പരിപാടികളെല്ലാം ഇവർ തുടങ്ങുന്നു ഇത്തരത്തിൽ ക്ലീനിങ്. കാരണം വെള്ളം ഇപ്പോൾ ഇറങ്ങി തുടങ്ങുന്ന സമയമാണ്. കാരണം ഈ വെള്ളം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ ഏകദേശം ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു മേഖലയിൽ അത്രത്തോളം വെള്ളം ഇവർ അകത്തേക്ക് കയറിയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ ഒരു പരിധി വരെ ഇവർക്ക് മാറ്റാൻ കഴിയാത്ത 1-2 ഉപകരണങ്ങളാണ് വീട്ടിന് പുറത്ത് വെള്ളത്തിൽ കിടക്കുന്നത്. കാരണം ഇനി അത് ഉപയോഗിക്കാൻ ഇവർക്ക് സാധിക്കില്ല. അപ്പോൾ ഓരോ വർഷകാലവും എല്ലാവർക്കും ഈ കഷ്ടകാലത്തിൻ്റെതാണ്. കാരണം ഇത്തരത്തിൽ ഈ സാധനങ്ങളെല്ലാം, വീട്ടു സാധനങ്ങളെല്ലാം ഒരു പരിധി വരെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവയൊക്കെ നശിക്കുന്നു. വീണ്ടും ഈ തിരിച്ചു വന്ന് ഈ വീടുകളിലൊക്കെ ക്ലീൻ ചെയ്ത് അവർക്ക് ആ സാധനങ്ങളെല്ലാം വീണ്ടും വാങ്ങേണ്ടി വരുന്നു. അടുത്ത വർഷകാലം ഇത് തന്നെയാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ദുരിതം തന്നെയാണ് ഓരോ വർഷക്കാലത്തും ഈ മേഖലയിൽ ഉൾപ്പെടെ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇതിനെതിരെ യാതൊരു വിധത്തിലുള്ള നടപടികളും ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവരും ഇപ്പോൾ നിലവിൽ സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഈ ദുരിതം ഇവർക്ക് വിട്ടുമാറുന്നില്ല. ദുരിതം തന്നെയാണ് അശ്വതി. അത് ഈ രമ്യ സൂചിപ്പിച്ചതുപോലെ, അതായത് ഈ ദുരിതബാധിതർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങണം, എന്നും ക്യാമ്പുകളിൽ കഴിയുക, ഇപ്പോഴേ വെള്ളമില്ല, ഭക്ഷണമില്ല എന്നുള്ള ഒരു പരാതി ഉയരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വീടുകളിലേക്ക് തിരിച്ച് മടങ്ങണം. പക്ഷേ ആ സമയത്ത് അവിടെ കൃത്യമായി ശുചീകരണം നടക്കണം. എന്നാൽ മാത്രമാണ് അവർക്കൊരു സമാധാനമായ ഒരു അന്തരീക്ഷം സംജാതമാവുക. പക്ഷേ ഇതാണ് സ്ഥിതി. വെള്ളം ഇറങ്ങാൻ സമയമെടുക്കുന്നു. ഒപ്പം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്.